നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പിന്നെ പൊടി നനച്ചുകൊണ്ടിരിക്കണം. അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പഴമാണ് ഇരിക്കുന്നത് കഴിക്കാൻ. പുട്ടിൻ്റെ കൂടെ പഴമുണ്ട്, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. ഏത്തപ്പഴമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത്തപ്പഴം വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേവിച്ചാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലാതെ പഴം കഴിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പുഴുങ്ങിയൊക്കെ എടുത്ത്, പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3-4 പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കണ്ടേ, അപ്പം ഒടിപ്പയർ വെച്ചിട്ട്, ഒടിപ്പയർ എന്ന് വെച്ചാൽ നമ്മുടെ വള്ളിപ്പയറാണേ, വള്ളിപ്പയറും ക്യാരറ്റും വെച്ചിട്ട് തോരനുണ്ടാക്കി. പിന്നെ അയല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയല അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കറിയാക്കി എടുക്കണം. അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് 2-3 പീസായിട്ട് മുറിച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ടിട്ട്, മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ, അതിൻ്റെ കൂടെ 2-3 കുരുമുളകൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കറി കൂട്ടി വെച്ച് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ഈ തക്കാളിയിൽ ചെറിയൊരു തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില, അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ട് വയ്ക്കാനും നല്ലതാണ്, മാങ്ങ ഇട്ട് വയ്ക്കാനും നല്ലതാണ് അയില. തിളച്ച് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് കറിയൊക്കെ ഒന്ന് വറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് വീടിനകത്ത് തൂക്കാനും പിന്നെ അതുപോലെ തന്നെ തുണികൾ വിരിക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ മക്കൾ 2 പേരും കൂടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. മക്കളങ്ങോട്ട് പോയി ഒരു അരമണിക്കൂർ സമയം കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറത്തൊക്കെ ഒന്ന് കൊണ്ടു നടന്ന് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് വിട്ട് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ സമയം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഈ ഇലകളും പൂക്കളും ഒക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ കമന്ന് വീഴുന്ന ഒരു ടൈമും കൂടെയാണ്. അത് കാരണം ചെറിയ വഴക്കൊക്കെ ഉണ്ട്, ചെറിയ അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടും കുഞ്ഞിന് ചെറിയ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. അപ്പോൾ ഞാൻ കുറേ സമയം കൊണ്ടു നടന്ന് അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ അതെല്ലാം വിട്ട് മാറി ആളൊന്ന് ഉഷാറായെന്ന് കണ്ടപ്പോൾ ഞാൻ ചേട്ടായിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ചായ ഇട്ടിട്ടില്ലായിരുന്നു. ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയൊരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ വാങ്ങണം. പിന്നെ അനുക്കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ചെരുപ്പ് കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ ചെരുപ്പൊന്ന് അവിടുന്ന് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഊരിയിട്ടിട്ട് പോയതാണ്. പക്ഷേ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ ചെരുപ്പില്ലായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ വേറെ ഒരു പഴയ ചെരുപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ അവർ പോയിട്ട് വന്നപ്പോൾ എനിക്കും കൂടെ ചെരുപ്പ് വാങ്ങിയിട്ടാണ് വന്നത്. അനുക്കുട്ടിക്കും വാങ്ങിച്ച് എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു. ഞാൻ പോകാതെയാണ് വാങ്ങിക്കൊണ്ട് വന്നതെങ്കിലും എനിക്ക് കറക്റ്റ് പാകത്തിനുള്ളത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.